അപ്പോഴേ ചത്താവച്ച എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അടിപൊളി പടം കേട്ടോ. നല്ല വൈബ് റെസ്ലിംഗ് പടം, പറയാതിരിക്കാൻ മേല. നല്ല രസമായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം മുതൽ അവസാനം വരെ അത്യാവശ്യം എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിലാണ് സിനിമ ചെയ്തിരിക്കുന്നത്. എനിക്ക് സിനിമയുടെ സംവിധായകന്റെ പേര് പെട്ടെന്ന് വിട്ടുപോയി, ഓർക്കുന്നില്ല. എങ്കിൽ പോലും പുതിയ ആളാണ്. അപ്പോൾ അതിൻ്റെതായ ഇത് പെട്ടെന്ന് പേരെനിക്ക് കിട്ടുന്നില്ല, അതുകൊണ്ടാണ്. പക്ഷെ എന്തായാലും അർജുൻ അശോകനും വിശാഖ് നായരും പിന്നെ അതുപോലെ തന്നെ അതിൽ അഭിനയിച്ചിരിക്കുന്ന ബാക്കിയുള്ള ആളുകളും എല്ലാം അടിപൊളിയാണ്. നമുക്ക് അത്യാവശ്യം നല്ല വൈബടിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ അവസാനത്തെ ഒരു 30 മിനിറ്റ്സിൽ നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി വരുന്നുണ്ട്. ബുള്ളറ്റ് വാൾട്ടർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറായിട്ടാണ് വരുന്നത്. ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് അദ്ദേഹത്തിന്റെ എൻട്രി. അത് നമുക്ക് തുടക്കത്തിൽ തന്നെ അദ്ദേഹം ഉണ്ടെന്നുള്ളൊരു ഗ്ലിംസ് ഒക്കെ നമുക്ക് കിട്ടും. പക്ഷെ എന്തായാലും അവസാനത്തെ ആ ഒരു ടൈമിങ്ങിൽ അദ്ദേഹം വരും. ഭയങ്കര മാസമായിട്ട് അദ്ദേഹം ഇങ്ങ് വരും. പക്ഷെ ഒരു കാര്യമുണ്ട്, അദ്ദേഹം ഡയലോഗ് പറയുമ്പോൾ നമുക്ക് ഇച്ചിരി കല്ലുകടി പോലെ തോന്നും. കാരണം ഫോർട്ട് കൊച്ചി സ്ലാങ് പിടിച്ചേക്കുന്നത്. ഫോർട്ട് കൊച്ചി സ്ലാങ്ങിന്റെ പ്രശ്നമല്ല, ആ ഒരു വളരെ സീരിയസ് ആയിട്ടുള്ള ആ ഒരു ഏരിയയിൽ പുള്ളി അത് എന്താ പറയാ, മാസമായിട്ട് വന്നിട്ട് അതൊരു തമാശ രീതിയിൽ ഒരു നമുക്ക് ആ ഒരു ഗുമ്മ അങ്ങോട്ട് കിട്ടുന്നില്ലാത്ത ഒരു സിറ്റുവേഷനായിരുന്നു. ഗുമ്മക്ക് ഫുള്ളായിട്ട് കിട്ടിയതല്ല, എവിടെയോ ഒരു ഗുമ്മിന്റെ കുറവുണ്ടായിരുന്നു. പക്ഷെ മമ്മൂക്ക ഉണ്ട്, ആളവിടെ ഉണ്ടെന്ന് പറഞ്ഞാലും എൻട്രി കഴിഞ്ഞിട്ട് പിന്നെ എന്തോ പുള്ളിയുടെ തല വെച്ചിരിക്കുന്ന ആ ഒരു ഹെയർ, ആ ഒരു ഇതൊക്കെ നമുക്കൊരു മാച്ചിങ് അല്ലാത്ത ചില സൈഡിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഭാഗം മാത്രം ഒരു ഇച്ചിരി ഇതായിട്ട് തോന്നി. പക്ഷെ എങ്കിലും ആകത്തുക മൊത്തത്തിൽ നോക്കുമ്പോൾ സിനിമ ഒരു നല്ല മൂവിയാണ്, പറയാതിരിക്കാൻ മേല. നമ്മൾ എന്താ പറയുക, ഞാൻ രാവിലെ മുതൽ സിനിമയുടെ റിവ്യൂസ്, ഞാനിപ്പോൾ ഒരു വൈകുന്നേരമാണ് സിനിമ കണ്ടത്. രാവിലെ മുതൽ സിനിമയുടെ റിവ്യൂസ് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ ചില ആൾക്കാർ തിയേറ്റർ റിവ്യൂ, അതായത് ഇറങ്ങി വരുമ്പോൾ ചിലർ കൊള്ളില്ല അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ചിലർ അടിപൊളിയാന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു മിക്സഡ് രീതിയിലൊക്കെ കേട്ടോ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് തന്നെയാണ് കണ്ടത്. എൻജോയ് ചെയ്യാനുള്ള നല്ല മൊമെന്റ്സ് ഒക്കെ ആ സിനിമയിലുണ്ട്. റെസ്ലിംഗ് കണ്ട് പരിചയമുള്ളവരും റെസ്ലിംഗ് ഇഷ്ടമുള്ള ആൾക്കാർക്കും പ്രത്യേകിച്ച് അതിന് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ നല്ല രീതിയിൽ കത്തും ആ സിനിമ കാണുമ്പോഴത്തേക്കും. നമുക്ക് അത്യാവശ്യം ഓളം വെച്ചിരുന്ന് കാണാൻ പറ്റുന്നൊരു മൂവിയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണുക. ബൈ.